ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തടയം എന്ന സീരീസ് ആണ്. ഒരു നാട്ടിലെ സ്ത്രീകളുടെ താലിമാല മാത്രം മോഷ്ടിച്ച് അവരെ കൊന്നു കളഞ്ഞിട്ട് പോകുന്ന സീരിയൽ കില്ലേഴ്സ്, ഇവരെ പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന പോലീസും. അപ്പൊ നമുക്ക് കഥയിലേക്ക് അടക്കാം. അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 1995 തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ആന്ധ്രയിലെ ഒരു ഗ്രാമത്തില് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അവിടുത്തെ കൗൺസിലറിനെ ഓടിച്ചിട്ട് കൊല്ലുന്നതാണ്. ആ കൂട്ടത്തില് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു. അവിടെ നിന്നും വരുന്നത് 1999 ആന്ധ്ര തമിഴ്നാട് ബോർഡറിലുള്ള തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം. രാവിലെ പാല് കൊടുക്കാൻ ഒരു വീട്ടിലേക്ക് വരുന്ന പാൽക്കാരൻ കാണുന്നത് ആ വീട്ടിലെ സ്ത്രീയും പുരുഷനും കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസുകാരെ അന്വേഷിക്കാൻ വരികയും ചെയ്യുന്നു. കേസ് അന്വേഷിക്കാൻ വരുന്നത് SI ആയ അധിയമാനായിരുന്നു. അയാൾക്ക് ആ സ്റ്റേഷനിലെ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റേഷനിൽ വരുമ്പോഴും കൂടുതൽ സമയം അടുത്തുള്ള ചായക്കടലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു ഇയാളുടെ പതിവ്. മർഡർ നടന്ന സ്ഥലത്തെത്തിയ അയാളാകട്ടെ ഡെഡ് ബോഡിയും മറ്റും പരിശോധിക്കുന്നു. തലക്കടിച്ചാണ് കൊന്നിരിക്കുന്നത്. സ്ത്രീയുടെ കഴുത്തിൽ നിന്നും താലിമാല പൊട്ടിച്ചെടുത്തിരിക്കുന്നു. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണമൊന്നും തന്നെ മോഷണം പോയിട്ടില്ല. ഭിത്തിയിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. ഫോറൻസിക് ടീം വന്ന് എവിഡൻസ് കളക്ട് ചെയ്യുന്ന സമയം കൊണ്ട് അധിയമാൻ വീടിന്റെ പുറത്തുള്ള ഏരിയ ഒക്കെ നോക്കുന്നുണ്ട്. ആ സ്റ്റേഷനിലേക്ക് പുതിയ ഇൻസ്പെക്ടറായി ചാർജ് എടുക്കുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന നമ്മുടെ നായികയാണ്. അച്ഛൻ മരിച്ച ശേഷം ആ ജോലിയിലേക്ക് വന്നതായിരുന്നു ലക്ഷ്മി. DSP വന്നിട്ട് അവൾക്ക് അവിടെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അധിയമാനെ പറ്റി ചോദിക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും ഒരു ചിരിയായിരുന്നു. DSPക്കും അയാളെ അത്ര ഇഷ്ടമായിരുന്നില്ല. ലക്ഷ്മിയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ ആകട്ടെ കംപ്ലൈന്റുമായിട്ട് വരുന്നു. തന്റെ കുട്ടിയെ കാണാനില്ല, തന്റെ ഹസ്ബൻഡ് കടത്തിക്കൊണ്ട് പോയതായിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് അധിയമാന്റെ അടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിലും അയാൾ കേസൊന്നും എടുത്തില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഇത് കേട്ടിട്ട് ലക്ഷ്മിക്ക് ദേഷ്യം വരുന്നു. മർഡർ നടന്ന വീട്ടിൽ നിന്നും അധിയമാൻ അവിടെ എത്തിയപ്പോഴേക്കും ലക്ഷ്മി ആകട്ടെ അയാളോട് പറയുന്നുണ്ട്, നിങ്ങളെന്താ ഈ സ്ത്രീയുടെ കേസ് പരിഗണിക്കാത്തത്? മര്യാദയ്ക്ക് ഇവരുടെ പരാതി എഴുതി വാങ്ങാൻ. എന്നാൽ അധിയമാൻ ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോയിട്ട് നന്നായിട്ടൊന്ന് വരട്ടുന്നു. ശരിക്കും ആ സ്ത്രീയുടെ കുട്ടിയെ അവരുടെ ഹസ്ബൻഡ് തട്ടിക്കൊണ്ടൊന്നും പോയതല്ല. ആ കുട്ടി തന്നെ ആ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടാക്കിയതാണ്. ഇവർക്ക് കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ ഓരോ കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഈ സത്യം അധിയമാന് ആദ്യമേ മനസ്സിലായി. അതുകൊണ്ട് ആ സ്ത്രീക്കും കാമുകനും നല്ല വാണിംഗ് കൊടുത്തിട്ടാണ് അധിയമാൻ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ഇതെല്ലാം ലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മി അർജുൻ എന്ന് പറയുന്ന ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഇവരുടെ വിവാഹം നടക്കാനിരിക്കുകയാണ്. അതിന്റെ ഷോപ്പിംഗും മറ്റുമായിട്ട് ലക്ഷ്മി കുറച്ച് തിരക്കിലായിരുന്നു. അതിനിടയ്ക്കാണ് ഒരു പോലീസുകാരൻ വന്ന് പറയുന്നത് വീണ്ടും നേരത്തെ നടന്ന പോലെ ഒരു കൊല കൂടി നടന്നിട്ടുണ്ടെന്ന്. കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. ആദ്യം നടന്ന കൊല പോലെ തന്നെയാണ് ഇതും നടന്നിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും മാത്രമുള്ളപ്പോഴാണ് കൊല നടന്നിരിക്കുന്നത്. രണ്ടുപേരുടെയും തലക്കടിച്ചു കൊന്നിരിക്കുന്നു. ഭാര്യയുടെ കഴുത്തിൽ നിന്ന് താലിയും പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ആദ്യത്തെ വീട്ടിലുണ്ടായിരുന്ന പോലെ തന്നെ ഈ വീട്ടിലും ആ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അധിയമാൻ വീടിന്റെ പുറത്തു നിന്ന് എന്തൊക്കെയോ പരിശോധിക്കുന്നതും സ്വയം തലയ്ക്ക് കൈകൊണ്ട് അടിക്കുന്നതും ഒക്കെ കണ്ടിട്ട് ലക്ഷ്മി വിചാരിക്കുന്നുണ്ട് ഇയാൾക്ക് വട്ടാണെന്ന്. ഇയാൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. സ്റ്റേഷനിലെത്തി കഴിയുമ്പോൾ ലക്ഷ്മി മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കൊലയിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന്. എന്നാൽ മറ്റു പോലീസുകാരെല്ലാം ലക്ഷ്മിയോട് പറയുന്നത് ഇത് മോഷണ ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണെന്നാണ്. അധിയമാനോട് ലക്ഷ്മി ചോദിക്കുമ്പോൾ ഇവരെല്ലാം അങ്ങനെ പറയുന്നില്ലേ, അപ്പൊ പിന്നെ അത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അധിയമാൻ മിണ്ടാതെ നിൽക്കുന്നു. ലക്ഷ്മിക്ക് ദേഷ്യം വന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ സ്റ്റേഷനിൽ ഇല്ലാത്തത് തന്നെ നല്ലത്. എന്താണെങ്കിലും നിങ്ങൾ VRSന് വേണ്ടി എഴുതി കൊടുത്തിരിക്കുകയല്ലേ, അപ്പൊ പിന്നെ രാവിലെ വന്ന് സൈൻ ഇട്ടിട്ട് ചായയും കുടിച്ച് ആ കടയിലിരുന്നാൽ മതി, ഇവിടുത്തെ ഒരു കാര്യം നോക്കണ്ട. എന്നാൽ അന്ന് രാത്രി ലക്ഷ്മി ഡ്രൈവറിന്റെ കൂടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അധിയമാൻ കുറെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന കാണുന്നുണ്ട്. ആ ഡ്രൈവർ ആകട്ടെ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ലേ ഈ മനുഷ്യൻ, ഇയാള് നല്ലൊരു മനുഷ്യനാണ്. ഇയാള് കാരണം കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് SIമാരും ഇൻസ്പെക്ടർമാരും ഒക്കെ ഒരുപാട് കേസ് തെളിയിച്ച് വലിയ വലിയ പദവിയിലേക്ക് പോയി. ഇയാളെ എല്ലാവരും ചവിട്ടി താഴ്ത്തി. അതുകൊണ്ട് അയാൾ ഇപ്പോഴും ഈ SI പദവി തന്നെ ഇരിക്കുന്നത്. ഒരു മർഡർ സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ ഇയാൾ കണ്ടെത്തുന്ന പോലെ ഒരു തെളിവുകളും മറ്റാർക്കും കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ ഇയാളുടെ സഹായത്തോടുകൂടി മറ്റുദ്യോഗസ്ഥര് ആ കേസ് തെളിയിച്ച് ഞങ്ങളാണ് ആ കേസ് തെളിയിച്ചതെന്ന് പറഞ്ഞിട്ട് പേരും പ്രശസ്തിയും വാങ്ങിപ്പോകും. മേഡം അയാളോട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ആ മർഡർ സ്പോട്ടിൽ കണ്ടെത്തി കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തായാലും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. പിറ്റേന്ന് രാവിലെ അധിയമാനാകട്ടെ തലേന്ന് ലക്ഷ്മി പറഞ്ഞ പ്രകാരം വന്ന് സൈൻ ചെയ്തിട്ട് അടുത്ത ചായക്കടയിൽ പോയി ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് DSP വരുന്നതും ഈ മർഡർ കേസിനെ പറ്റി സീരിയസ് ആയിട്ട് അന്വേഷിക്കണമെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു ടീം രൂപീകരിക്കാനും ലക്ഷ്മിയോട് പറയുന്നു. തന്റെ ടീമിലേക്ക് അധിയമാനം വേണമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. DSPക്ക് വല്ല താല്പര്യമില്ലെങ്കിലും അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് അയാൾ അതിന് സമ്മതിക്കുന്നു. ലക്ഷ്മി അയാളോട് തലേന്ന് നിങ്ങൾ വീടിന്റെ പുറത്തു നിന്ന് തലയ്ക്ക് കൈകൊണ്ട് സ്വയം അടിച്ചതും സ്വയം ചീത്ത വിളിച്ചതും ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന ഒരുത്തന്മാരെയും എനിക്ക് അടിക്കാനോ ചീത്ത വിളിക്കാനോ പറ്റാത്തോണ്ടാ ഞാൻ സ്വയം അടിച്ചത്. കാരണം അവിടെ എല്ലാം തന്നെ ഫുട് പ്രിന്റ്സ് ഉണ്ടായിരുന്നു. അത് കില്ലറിന്റെയാണ്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ആൾക്കാരെല്ലാം തന്നെ അതിന്റെ മുകളിലൂടെ നടക്കാൻ ആരംഭിച്ചു. എവിഡൻസ് പലതും നശിപ്പിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. രണ്ട് വീട്ടിലും നടന്ന മർഡേഴ്സ് ഒരുപോലെ തന്നെ നടന്നിരിക്കുന്നത്. കൊല ചെയ്യാൻ വന്നവർ കൂട്ടത്തോടെ വന്നവരല്ല, ഒരാളുമല്ല, അത് 2 പേരാണ്. അതിലൊരാള് ഇടങ്കയ്യനാണ്. താലി പൊട്ടിച്ചെടുത്തിരിക്കുന്ന രീതി വെച്ചിട്ടും തലയിൽ അടിച്ചിരിക്കുന്ന രീതി വെച്ചിട്ടും ഒരാൾ ഇടങ്കയ്യനാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അധിയമാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ബോർഡറിലുള്ള ആന്ധ്ര സ്റ്റേഷനിൽ നിന്നും പോലീസുകാര് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരെ ചെറിയ എന്തോ മോഷണക്കുറ്റത്തിന്റെ പേരിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. അവിടെയാണ് ഈ ഒരു സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് വീണ്ടും 1995 ആണ്. ഈ പോലീസുകാരന്റെ സഹായത്തോടു കൂടി കുറച്ച് ആൾക്കാര് കൗൺസിലറിനെ കൊന്നില്ലേ. ജനങ്ങൾ
ജനങ്ങള് പോലീസ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ആളെ കണ്ടെത്തണമെന്ന് പറഞ്ഞ ബഹളമാണ്. തൽക്കാലം ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ കേസിൽപ്പെടുത്തി ഇവനാണ് കൊലയാളി എന്ന് പറഞ്ഞെങ്കിലേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് ഈ പോലീസുകാരനാകട്ടെ ചെറിയ മോഷണക്കുറ്റത്തിനും മറ്റും ഇടയ്ക്കിടയ്ക്ക് അറസ്റ്റ് ചെയ്യുന്ന സൂര്യ എന്നും രവി എന്നും പേരുള്ള 2 പേരെ പിടിക്കാൻ തീരുമാനിക്കുന്നു. സൂര്യയുടെ സഹോദരനായിരുന്നു രവി. സൂര്യയുടെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. അവർക്കൊരു സഹോദരിയുമുണ്ട്. പോലീസുകാര് അവരുടെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് സൂര്യയും രവിയും പിടിച്ചുകൊണ്ടു പോകുന്നത്. ഇത് കണ്ട് സൂര്യയുടെയും രവിയുടെയും വീട്ടുകാര് ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഇപ്പോൾ പോലീസുകാർ അവരെ പിടിച്ചുകൊണ്ടു പോയിരിക്കുന്നത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ധീമൻ താൻ കണ്ടെത്തിയ കാര്യങ്ങൾ ലക്ഷ്മിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കൊല ചെയ്ത 2 പേരും മോഷണത്തിന് വേണ്ടി മാത്രം വന്നവരല്ല. അങ്ങനെയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന എല്ലാ പണവും സ്വർണ്ണവും അവർ കൊണ്ടുപോകണമായിരുന്നു. ഇതിപ്പോൾ ആ സ്ത്രീയുടെ താലി മാത്രമാണ് പൊട്ടിച്ചെടുത്തിരിക്കുന്നത്. വീട്ടിലിരിക്കുന്ന മറ്റു സ്വർണവും പണവും അതുപോലെ തന്നെയുണ്ട്. കൊലയാളികൾ എന്തോ ഇമോഷന്റെ പുറത്താണ് ഈ കൊല ചെയ്യുന്നത്. ബ്ലഡ് കൊണ്ട് അവരൊരു ചോദ്യചിഹ്നവും ഭിത്തിയിൽ വരച്ചിട്ടുണ്ട്. അവരെ ബാധിച്ച എന്തോ കാര്യത്തിന്റെ പേരിലാണ് അവർ ഈ കൊലകൾ നടത്തുന്നത്. അധിയമാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കൊലയാളികൾ സൂര്യയും രവിയുമായിരുന്നു. അവരൊരു പ്രത്യേകതരം സൈക്കോസ് ആണെന്ന് അധിയമാൻ പറയുന്നു. അതേസമയം ചെറിയെന്തോ മോഷണ കേസിന് പോലീസ് പിടിച്ചുകൊണ്ടുപോയ സൂര്യയും രവിയും പോലീസുകാര് വെറുതെ വിടുന്നത് കാണിക്കുന്നു. സ്റ്റേഷനിൽ അവർ സൈൻ ചെയ്തിട്ട് പോകാൻ നേരത്ത് മറ്റു പോലീസുകാര് അവിടെ നടക്കുന്ന കൊലകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് കേട്ട് ഇവർ ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഈ കൊല നടത്തുന്ന 2 പേരും നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ കയറി വീട്ടുകാരെ കൊല്ലുന്നത്. കൊല നടത്തിയ ശേഷം ഇവിടെയെല്ലാം നല്ലപോലെ ക്ലീൻ ആക്കുകയും ചെയ്യും. അത് കാരണം ഫിംഗർ പ്രിന്റ്സ് ഒന്നും തന്നെ ഇതുവരെയും കിട്ടിയിട്ടില്ല. കില്ലർ തിരഞ്ഞെടുക്കുന്ന ഈ ഇരകൾ തമ്മിൽ ഒരു കണക്ഷനും ഇവർക്ക് തോന്നുന്നില്ല. എന്തിനായിരിക്കാം ഇങ്ങനെ റാൻഡമായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലായില്ല. അതിനിടയ്ക്ക് ഒരാളാകട്ടെ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും തങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾ മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വരുന്നു. ഈ കൊലക്കേസിന്റെ ഇടയ്ക്ക് സാധാ മോഷണ കേസൊക്കെ അന്വേഷിക്കാൻ പോവാൻ ലക്ഷ്മിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അധിയമാനാണ് ആ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. അതേതോ കള്ളം കയറി അവരുടെ വീട്ടിലുണ്ടായിരുന്ന പണവും സാധനങ്ങളും ഒക്കെ മോഷ്ടിച്ചതായിരുന്നു. അതിനിടയ്ക്ക് അവിടെ നിന്ന് അധിയമാൻ ലക്ഷ്മിയെ ഒന്ന് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്യുന്നു. പക്ഷെ ആ കോളിനിടെയാകട്ടെ അധിയമാന് മനസ്സിലാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആന്ധ്ര സംസാരം കയറി വരുന്നുണ്ടെന്ന്. ഇതെന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റാക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടിന്റെ ഉടമകൾ പറയുന്നുണ്ട് ഇത് ആന്ധ്ര തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആന്ധ്ര ലൈനിന്റെ സംസാരം കയറി വരുന്നതെന്ന്. ഇപ്പോഴാണ് അധിയമാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ കൊല നടന്നിരിക്കുന്നതെല്ലാം തന്നെ ആന്ധ്ര തമിഴ്നാട് ബോർഡർ ഏരിയയിലുള്ള വീടുകളിലാണ്. ആ സമയം ലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷ്മി കെട്ടാൻ പോകുന്ന പയ്യനും അവന്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ ഈ പോലീസ് ജോലിയൊന്നും തന്നെ അവളുടെ അമ്മായിയമ്മയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. ജോലി വിട്ടാൽ മാത്രമേ കല്യാണം നടക്കൂ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അധിയമാൻ താൻ കണ്ടെത്തിയ വിവരം പറയാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരുന്നത്. മർഡർ നടന്ന 2 വീടിന്റെ പരിസരത്ത് നിന്നും ബീഡിയുടെ കുറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബീഡിയാകട്ടെ ആന്ധ്രയിൽ ഉണ്ടാക്കുന്നതാണ്. അതിൽ എഴുതിയിരിക്കുന്നതും ആന്ധ്ര ലെറ്റേഴ്സ് ആണ്. മർഡർ നടന്നിരിക്കുന്ന 2 വീടും ആന്ധ്ര തമിഴ്നാട് ബോർഡർ ഏരിയയിലാണ്. മിക്കവാറും കൊലയാളി ആന്ധ്രാക്കാരനായിരിക്കും. അയാൾ അവിടെ നിന്നും ബോർഡർ കടന്ന് ഇവിടെ വന്ന് കൊല നടത്തിയിട്ട് തിരിച്ചു പോകുന്നത് കൊണ്ടാണ് നമുക്ക് കൊലയാളിയെ പിടിക്കാൻ പറ്റാത്തത്. അധിയമാന്റെ ആ സംശയം ശരിയായിരുന്നു. സൂര്യൻ രവിയും ആന്ധ്രാക്കാരാണ്. അവർ അന്ന് രാത്രിയും കൊല നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. മരിച്ചുപോയ തന്റെ ഭാര്യയുടെ ചിത്രത്തിന്റെ മുന്നിൽ കുറച്ചുനേരം നിന്നിട്ടാണ് സൂര്യ വാളോടെ തിറങ്ങുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 1995 ഇവരെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയ ശേഷം ഇവരുടെ കുടുംബത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പക തീർക്കാനാണ് ഇവർ ഈ കൊലകൾ ചെയ്യുന്നത്. അവിടെയാണ് ഈ 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 3ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് വീണ്ടും 1995 സ്റ്റോറിയാണ്. സൂര്യൻ രവിയും പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ആ കൗൺസിലറിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കള്ള കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ചെയ്തു എന്ന് സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ അടിക്കുകയായിരുന്നു. അവരുടെ ഫാമിലി സ്റ്റേഷനിലേക്ക് വന്നതും ആ പോലീസുകാർ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ അവരുടെ സഹോദരിയെയും സൂര്യയുടെ വൈഫിനെയും മർദ്ദിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചെടുത്ത് അവരെ ക്രൂരമായി റേപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സൂര്യയുടെ വൈഫിന്റെ കഴുത്തിൽ നിന്നും താലിമാല പൊട്ടിച്ചെടുത്ത് ആ പോലീസുകാരൻ സൂര്യ കിടക്കുന്ന സെല്ലിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. തങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ വസ്ത്രങ്ങളും ആ താലിമാലയും കണ്ടതും സൂര്യൻ രവിയും തകർന്നുപോയി. വേറെ നിവൃത്തിയില്ലാതെ ഇനി അവരെ ക്രൂരമായി പോലീസുകാർ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കുറ്റം സമ്മതിക്കുന്നു. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പോലീസുകാര് അവരെ ആ കേസിൽ കുടുക്കി ജയിലിലാക്കി. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. 1999 ജയിൽ മോചിതരായിട്ടാണ് ഈ കൊലകൾ ചെയ്തു തുടങ്ങിയത്. അവരുടെ വീടിന്റെ അലമാരയ്ക്കുള്ളിൽ ഒരുപാട് താലിമാലകൾ ഉണ്ടായിരുന്നു. തന്റെ വൈഫിന്റെ താലിമാല പൊട്ടിച്ചെടുത്ത ആ പോലീസുകാരോടുള്ള ദേഷ്യമായിരുന്നു ഈ കൊലകൾ നടത്താൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ലക്ഷ്മിയും അധിയമാനും ചേർന്നിട്ട് ബോർഡറിനപ്പുറത്തുള്ള ആന്ധ്ര പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. തങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെ പോലെ ഇവിടെയും നടക്കുന്നുണ്ടോന്നറിയാനായിരുന്നു അവർ വന്നത്. എന്നാൽ ആ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാര് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവച്ച കേസ് ഫയലുകൾ കണ്ട് അവർ ഞെട്ടിത്തിരിച്ചിരിക്കുകയായിരുന്നു. ഏകദേശം 76 കൊലകളാണ് അങ്ങനെ നടന്നിരിക്കുന്നത്. ഇത്രയും കൊലപാതകങ്ങൾ നടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അന്വേഷിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഞങ്ങൾ അന്വേഷിക്കാത്തതല്ല, ഒരു തെളിവ് പോലും ബാക്കിയില്ല, ഒരു ക്ലൂ പോലും ഇടാതെയാണ് കൊലകൾ നടത്തുന്നത്, പിന്നെ എങ്ങനെ കൊലയാളികളെ കണ്ടെത്തും? ആദ്യത്തെ കൊല എവിടെയാണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ ബാബു നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നതെന്ന് ആ പോലീസുകാരൻ പറയുന്നു. അവരങ്ങനെ സ്റ്റേഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലക്ഷ്മിയുടെ സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും ഒരു കൊലപാതകം നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരികയും ലക്ഷ്മി അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. പക്ഷെ അധിയമാനും ആ ഡ്രൈവറും ആകട്ടെ ആ ഏരിയ
ഏരിയയിലെല്ലാം തന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇവിടെ ആദ്യം കൊല്ലപ്പെട്ടത് ആ ഗ്രാമത്തിന്റെ തലവനായിരുന്നു. അയാളുടെ മരണത്തെപ്പറ്റി പലരോടും ചോദിക്കുന്നു. തങ്ങൾക്കാർക്കും അതിനെപ്പറ്റി അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് ഈ ഏരിയയിൽ കൊല്ലം നടന്നിരിക്കുന്ന വീട്ടിലും അധിയമാൻ ആ സ്റ്റേഷനിലെ പോലീസുകാരുടെ കൂടെ പോകുന്നു. അധിയമാൻ അവിടെയെല്ലാം പരിശോധിക്കുന്നു. ഫ്രണ്ട് ഡോർ തള്ളിപ്പൊളിച്ചാണ് ഇവിടെ കൊലയാളികൾ കയറിയിരിക്കുന്നത്. ബാക്ക് ഡോറിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. കൂടാതെ അവസാനമായിട്ട് കൊല്ലപ്പെട്ട ആൾക്കാരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ പോയി കാണുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക് ആ പോലീസുകാരന് സ്റ്റേഷനിൽ നിന്നൊരു കോള് വരുന്നു, കില്ലറിനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. അധിയമാൻ അവരുടെ കൂടെ സ്റ്റേഷനിൽ പോയി നോക്കുമ്പോൾ ഒരാളെ പോലീസുകാർ പിടിച്ച് അടിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ അധിയമാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 76 കൊലകളും ചെയ്തത് ഇയാളല്ല എന്ന്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന ഈ കൊലപാതകം ചെയ്തത് ഇയാളാണ്. കാരണം ആ വീട്ടില് ഫ്രണ്ട് ഡോർ തകർത്താണ് ആൾ അകത്തേക്ക് കടന്നിരിക്കുന്നത്. ബാക്ക് ഡോറിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇതിനു മുൻപ് നടന്ന കൊലകളെ പോലെ കൊല ചെയ്ത ശേഷം കൊലയാളി ഭിത്തിയിൽ ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടില്ല. കൊല്ലപ്പെട്ട സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് താലിമാല ഊരിയെടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഈ അവസാനം നടന്ന കൊല ചെയ്തത് ഇയാളാണ്. പക്ഷെ അതിനു മുൻപ് നടന്ന കൊലയൊന്നും ചെയ്തത് ഇയാളല്ല. അയാളെ നന്നായിട്ടൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്, മുൻപലത്തെ കൊലയൊന്നും താനല്ല ചെയ്തത്, ഇത് മാത്രമേ താൻ ചെയ്തുള്ളൂ എന്ന്. ഇപ്പൊ കൊല നടത്തിയ വീട്ടുകാരുമായിട്ട് ഇയാൾക്ക് എന്തൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓൾറെഡി ഇവിടെ ഒരു സീരിയൽ കില്ലിംഗ് നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ കൊലയും താൻ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ കൊലപാതകയുടെ പേരിൽ ഇതും ഇരുന്നോളൂ എന്ന് കരുതിയിട്ടാണ് ഇയാൾ ഈ കൊല ചെയ്തത്. തങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ സീരിയൽ കില്ലേഴ്സ് 2 പേരാണെന്ന് അധിയമാൻ പോലീസുകാരോട് പറയുന്നു. അതിലൊരാൾ ഇടംകൈയിനുമാണ്. യഥാർത്ഥ കൊലയാളി എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു അധിയമാൻ. അയാൾ തിരിച്ച് തന്റെ സ്റ്റേഷനിലേക്ക് വരുന്ന വഴി അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയും അടുത്തെങ്ങും ആരെയും കാണാത്ത കാരണം വെട്ടം കാണുന്ന ഒരു വീട്ടിലേക്ക് അവർ ചെല്ലുകയും ചെയ്യുന്നു. അവിടെ ഒരു വയസ്സായ സ്ത്രീയും ഒരു പെൺകുട്ടിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തങ്ങളുടെ വണ്ടി കേടായെന്നും ഇന്നത്തെ രാത്രി തങ്ങള് ഈ വീടിന്റെ ഫ്രണ്ടിൽ കിടന്നോട്ടെ എന്നും അയാൾ ചോദിക്കുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പോലീസുകാരാണെന്നും കൂടി അധിയമാൻ പറയുന്നു. പക്ഷെ ഇത് കേട്ടതും അകത്തു നിന്നിരുന്ന പെൺകുട്ടി പേടിച്ച് യൂറിൻ പാസ് ചെയ്യുകയും അപസ്മാരം വന്ന പോലെ തറയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അധിയമാനാണ് പെട്ടെന്ന് പോയി അവളുടെ കയ്യിലേക്ക് താക്കോലെടുത്ത് വെച്ച് അവളുടെ ജീവൻ രക്ഷിക്കുന്നത്. അവളുടെ അമ്മൂമ്മ വന്ന് പെട്ടെന്ന് അവൾക്ക് മരുന്നും കൊടുക്കുന്നു. അന്ന് രാത്രി അവർ ആ വീടിന്റെ ഫ്രണ്ടിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആ അമ്മൂമ്മയോട് നന്ദി പറഞ്ഞിട്ട് അധിയമാൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് രവിയും സൂര്യയും അവിടേക്ക് വരുന്നത്. അത് അവരുടെ വീടായിരുന്നു. അവിടെയാണ് 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 1995 കഥയാണ്. പോലീസുകാരുടെ മർദ്ദനമേറ്റ് കുറ്റം സമ്മതിച്ച രവിയും സൂര്യയും കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ തനിക്ക് നേരിട്ട അപമാനമെല്ലാം കാരണം സൂര്യയുടെ ഭാര്യയും അവളുടെ അച്ഛനും ആത്മഹത്യ ചെയ്യുന്നു. അവരുടെ മൃതദേഹം ആദ്യം കാണുന്നത് സൂര്യയുടെ സഹോദരിയായിരുന്നു. അത് കണ്ട മാത്രയിൽ തന്നെ അവൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്തു. അത് വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. അധിയമാൻ തലേന്ന് രാത്രി ചെലവഴിച്ചത് സൂര്യയുടെയും രവിയുടെയും വീട്ടിലാണല്ലോ. അവരുടെ അമ്മൂമ്മ അവരോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സൂര്യയുടെ സഹോദരിക്ക് അപസ്മാരം വന്നപ്പോൾ അധിയമാൻ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളും പറയുന്നു. എന്താണെങ്കിലും ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അധിയമാനും ഡ്രൈവറിന് വേണ്ടിയിട്ട് അവർ ആഹാരം പാകം ചെയ്യാൻ ആരംഭിച്ചു. ഫുഡ് കഴിക്കുന്നതിനിടയിൽ ആ ഡ്രൈവർ ആകട്ടെ ഇവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടേക്ക് ഒരു കേസ് അന്വേഷണമായിട്ട് വന്നതാ. നാട്ടിൽ ഒരുപാട് പേരെ കൊന്ന് മോഷണം നടത്തുന്ന 2 കൊലയാളികൾ കറങ്ങി നടക്കുന്നുണ്ട്. ബോർഡറിന് ഇപ്പുറത്തുള്ളവരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ച് വന്നതെന്ന്. തങ്ങളെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നതെന്ന് രവിക്കും സൂര്യക്കും മനസ്സിലായി. ഇവിടെയുള്ള പോലീസുകാരെ നമ്മളെ ഇതുവരെയും കണ്ടുപിടിച്ചില്ല. ഇനി തമിഴ്നാട് പോലീസ് എങ്ങാനും നമ്മളെ കണ്ടുപിടിക്കുമോ എന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവരെ ഇവിടെ വെച്ച് തന്നെ കൊന്നുകളഞ്ഞാലോ എന്ന് അവർ പരസ്പരം ചർച്ച ചെയ്യുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് അധിയമാനാകട്ടെ സൂര്യയോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി നിന്റെ സഹോദരിയുടെ അവസ്ഥ ഞാൻ കണ്ടു. മര്യാദയ്ക്ക് കല്യാണമൊക്കെ കഴിച്ചിരുന്നെങ്കിൽ എനിക്കും ഈ പ്രായത്തിലൊരു മകളുണ്ടായേനെ. ആ കുട്ടിക്ക് ജനിച്ചപ്പോ തന്നെ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു ട്രോമ കാരണമാണ് ആ കുട്ടിക്ക് ഇത്രയും മാനസിക പ്രശ്നങ്ങൾ. ഇന്നലെ എന്നെ കണ്ട് പേടിച്ച് അവൾ യൂറിൻ വരെ പാസ് ചെയ്തു. എനിക്ക് അറിയാവുന്ന നല്ലൊരു ഹോസ്പിറ്റലും ഒരു ഡോക്ടറും ഉണ്ട്. ഞാൻ പറഞ്ഞ പ്രകാരം നീ അവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ കുട്ടിയുടെ പ്രശ്നങ്ങളെ ചികിത്സിച്ച് മാറ്റാം. അധിയമാൻ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് സൂര്യക്ക് തോന്നാൻ തുടങ്ങി. അത് കാരണം തൽക്കാലം അവര് 2 പേരെയും കൊല്ലാനുള്ള പ്ലാൻ അവർ ഉപേക്ഷിച്ചു. ജനങ്ങൾക്കിടയിൽ നിന്ന് പോലീസുകാർക്ക് പ്രഷർ കൂടിക്കൂടി വരികയായിരുന്നു. ഇത്രയും കൊല നടന്നിട്ടും കൊലപാതകളെ കണ്ടെത്താത്തതിന്റെ പേരിൽ അവസാനം ജനങ്ങളെ കൂടി ചേർത്തുകൊണ്ട് രാത്രികാലങ്ങളിൽ പോലീസുകാര് ആ ഗ്രാമത്തിന്റെ പലയിടങ്ങളിലും അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. എല്ലാവരും കുറച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അവരുടെ കൂടെയെല്ലാം തന്നെ ഓരോ പോലീസുകാരെയും പറഞ്ഞുവിടാനായിരുന്നു തീരുമാനം. പക്ഷേ പോലീസുകാർ വിളിച്ചുകൂട്ടിയ ആ ജനങ്ങൾക്കിടയിൽ ഈ 2 കൊലയാളികളും ഉണ്ടായിരുന്നു. അധിയമാൻ ലക്ഷ്മിയോട് വന്ന് പറയുന്നുണ്ട്, ഇത്രയും നേരം നമ്മള് കൊലയാളികളെ അന്വേഷിച്ചാണ് പോയത്. അത് കാരണം കൊലയാളികളെ കണ്ടെത്താൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അവർ ആരെയൊക്കെയാണോ കൊന്നത് അവരുടെ ഡീറ്റെയിൽസ് എടുത്തു പോകണം. വിക്ടിംസിന്റെ ഡീറ്റെയിൽസിലൂടെ ചിലപ്പോൾ നമുക്ക് കൊലയാളികളിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് ആദ്യം നടന്ന കൊല മുതലുള്ള ഡീറ്റെയിൽസ് അവർ എടുക്കാൻ തീരുമാനിച്ചു. ആദ്യം ഇവിടെ കൊല്ലപ്പെട്ടത് ആ ഗ്രാമത്തിന്റെ തലവനായിരുന്നു. അയാളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന അയാളുടെ ഫാമിലി മെമ്പേഴ്സും മറ്റും ഈ നാട് വിട്ട് വേറെ നാട്ടിലേക്ക് താമസം മാറി. ആ കൊല്ലപ്പെട്ട ഗ്രാമത്തലവനെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അയാൾ ഒരു കേസിൽ സാക്ഷി പറഞ്ഞിരുന്നുവെന്ന്. ആ നാട്ടിലെ കൗൺസിലറിനെ കൊന്നത് സൂര്യയാണെന്നും രവിയാണെന്നും പറഞ്ഞിട്ട് അയാൾ ഒരു കേസിൽ സാക്ഷി പറഞ്ഞു. അവർ ജയിലിൽ പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞ് അവർ നിരപരാധികളാണെന്ന് മനസ്സിലാക്കി കോടതി അവരെ വെറുതെ വിട്ടു. 2 വർഷം അവർ 2 പേരും ജയിലിനകത്ത് കിടന്നു. അധിയമാൻ ആന്ധ്രയിൽ ഈ അന്വേഷണം നടത്തുകയാണ്. അതേസമയം ലക്ഷ്മിയാകട്ടെ ജനങ്ങളുടെ കൂടെ ഓരോ പോലീസുകാരെ വിട്ടിട്ട് കൊലയാളികളെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ കൊലയാളികൾ ആ ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. രവിയും സൂര്യയും ഇവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് ഒരു വീട്ടിൽ കയറി
കയറി വീണ്ടും കൊല നടത്തുന്നു. ഭർത്താവിനെ കൊന്ന ശേഷം ഭാര്യയെ അവർ അവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങളെല്ലാം രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ആ കൊലപാതകം അവരുടെ കണ്ണിൽപ്പെടുകയും ലക്ഷ്മിയെ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മി ചെന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡിനെ മാത്രമാണ് കൊന്നിരിക്കുന്നത്. അവർ ഇപ്പോൾ കൊല നടത്തിയിട്ട് പോയിട്ടേ ഉണ്ടാകൂ. ഭാര്യയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതിയിട്ട് അവർ അവിടെയെല്ലാം പരിശോധിക്കാൻ ആരംഭിച്ചു. ആ സമയം പാടത്തിന്റെ നടുക്കായിട്ട് ആ സ്ത്രീയെ കമ്പിൽ കെട്ടി നിർത്തിയിരിക്കുന്നത് അവർ കാണുകയും അവരെ പെട്ടെന്ന് തന്നെ താഴെ ഇറക്കുകയും ചെയ്യുന്നു. അവർക്ക് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ലക്ഷ്മി പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ കൊലയാളികൾ ആ കൂട്ടത്തിൽ തന്നെ നിൽപ്പുണ്ട്. അവിടെയാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് വീണ്ടും 1995 കഥയാണ്. രവിയും സൂര്യയും പോലീസുകാര് കള്ളക്കേസിൽ കുടുക്കി അകത്താക്കിയല്ലോ. തങ്ങളുടെ ഫാമിലിയിലെ 2 പേരുടെ മരണവിവരം അറിഞ്ഞ് സൂര്യയും രവിയും ആകെ തകർന്നു. പോലീസുകാർ അവരെ ചിതയ്ക്ക് തീകൊളുത്താൻ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഈ മരണത്തിന് കാരണക്കാരൻ ആ പോലീസുകാരനല്ലേ, അതുകൊണ്ട് അയാള് തന്നെ ചിതയ്ക്ക് തീകൊളുത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവർ 2 പേരും തിരിച്ച് ജീപ്പിലേക്ക് വന്ന് കയറി. അത് വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഹോസ്പിറ്റലിലെത്തിയ സ്ത്രീയോട് ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. ആ സ്ത്രീ പറയുന്നുണ്ട് കൊലയാളികൾ തന്നെ മനഃപൂർവ്വം കൊല്ലാതിരുന്നതാണെന്ന്. ആ സ്ത്രീയെ അവിടെ കൊണ്ട് കെട്ടിയ ശേഷം ആ കൊലയാളികൾ ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ പോലീസുകാരോട് തങ്ങളെ കണ്ടുപിടിക്കാൻ പറയാമെന്ന്. കൊലയാളികൾ തങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പക്ഷേ ഈ പ്രാവശ്യം പോലീസുകാർക്ക് ഒരു ക്ലൂ കിട്ടി. ഇത്രയും നാൾ അവർ കൊല നടത്തിയിട്ട് വീട്ടിലെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം ക്ലീൻ ആക്കിയിട്ടല്ലേ പോകാറുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ജനങ്ങൾ കൂട്ടമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ഫിംഗർ പ്രിന്റ്സ് ഒന്നും തന്നെ ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫിംഗർ പ്രിന്റ് അവർക്ക് കിട്ടി. ഇവിടെ അതിയമാൻ തന്റെ അന്വേഷണത്തിലെ പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 1995 ആ ഗ്രാമത്തിലെ കൗൺസിലർ കൊല്ലപ്പെടുന്നു. അയാളെ കൊന്ന കേസിൽ സൂര്യനും രവിയെന്നും പറയുന്ന 2 പേര് ജയിലിൽ പോയി. അവർക്കെതിരെ കുറെ പേര് കള്ളസാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ നിരപരാധികളാണെന്ന് മനസ്സിലാക്കി കോടതി അവരെ വെറുതെ വിട്ടു. അതിനുശേഷമാണ് പിന്നീട് ആ ഗ്രാമത്തില് ഒരുപാട് പേർ കൊല്ലപ്പെടാൻ തുടങ്ങിയത്. കൗൺസിലറിനെ കൊന്നത് സൂര്യയും രവിയാണെന്ന് 10 പേര് കള്ളസാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോരുത്തരായിട്ടാണ് പിന്നീട് കൊല്ലപ്പെടാൻ ആരംഭിച്ചത്. പക്ഷെ അതിൽ പലരും ഈ നാട് വിട്ട് വേറെ നാട്ടിൽ പോയി താമസമായതോടുകൂടി ഇവിടെയുള്ള ആൾക്കാർക്ക് അവരുമായിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ലാതെയായി. സൂര്യൻ രവിയും ആ നാട്ടിൽ പോയി അവരെ എല്ലാം കൊന്നിട്ടുണ്ട്. അവർക്കെതിരെ സാക്ഷി പറഞ്ഞ ആ ഗ്രാമത്തലവന്റെ കൊലപാതകം മാത്രമാണ് ഈ ഗ്രാമത്തിൽ വെച്ച് നടന്നത്. ബാക്കി ഇത്ര ആൾക്കാരും ഈ ഗ്രാമം വിട്ട് വേറെ സിറ്റികളിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കൊലകളൊന്നും തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ആരും കണ്ടുപിടിക്കാൻ ശ്രമിച്ചില്ല. കൊലകളെല്ലാം നടത്തിയിരിക്കുന്നത് രവിയും സൂര്യയുമാണെന്ന് ഏകദേശം അവർക്ക് ഉറപ്പായതോടുകൂടി അവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ കിടന്ന ജയിലിലെ വാർഡിനെ കാണാൻ വേണ്ടിയിട്ട് ഇവർ പോകുന്നു. ആ സമയം തങ്ങൾക്ക് കിട്ടിയ ഫിംഗർ പ്രിന്റ്സുമായിട്ട് ലക്ഷ്മി ആന്ധ്ര സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേഷനിലുള്ള ഏതെങ്കിലും ഫിംഗർ പ്രിന്റുമായിട്ട് ഇത് മാച്ച് ആകുന്നുണ്ടെന്ന് നോക്കാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ സ്റ്റേഷനിലെ സെല്ലില് ഈ സൂര്യയും രവിയും കിടപ്പുണ്ടായിരുന്നു. ഒരു കോഴിയെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ കേസിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തതാണ്. ലക്ഷ്മിയുടെ കൂടെ വന്ന ഡ്രൈവർ ആകട്ടെ ഇവരെ കണ്ടുകൊണ്ട് ആ സ്റ്റേഷനിലെ എസ്ഐയോട് പറയുന്നുണ്ട്, ഇവര് നല്ല ആൾക്കാരാണ്. ഒരു ദിവസം വണ്ടി കേടായിട്ട് ഞങ്ങൾ വഴിയിൽ പെട്ടുപോയ സമയത്ത് ഇവരുടെ വീട്ടിലാണ് തങ്ങിയതെന്നും ഇവർ ഞങ്ങൾക്ക് ആഹാരമൊക്കെ വെച്ച് തന്നുവെന്നും വീട്ടിലൊരു പാവ അമ്മൂമ്മയും സുഖമില്ലാത്ത പെങ്ങളും ഉള്ളത്, അതുകൊണ്ട് ഇവരെ വെറുതെ വിട്ടേക്കാൻ. അത് കേട്ടപ്പോ എസ്ഐയും വിചാരിക്കുന്നുണ്ട് കോഴിയെ മോഷ്ടിച്ച കേസല്ലേ, അതിനുള്ള കാശും കൊടുത്തിട്ട് അവർ പോയിക്കോട്ടെ എന്ന്. പക്ഷെ വെറുതെ വിടുന്നതിന് മുമ്പ് അവരുടെ ഫിംഗർ പ്രിന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയും കൂട്ടരും സംസാരിക്കുന്നതെല്ലാം സൂര്യൻ രവിയും കേൾക്കുകയും ചെയ്തു. ലാസ്റ്റ് മർഡർ നടന്ന വീട്ടിൽ നിന്ന് അവർക്ക് തങ്ങളുടെ ഫിംഗർ പ്രിന്റ്സ് കിട്ടിയെന്ന് പറയുന്നത് കുറച്ച് പേടിയോടുകൂടിയാണ് അവർ കേട്ടുനിന്നത്. പോലീസ് തങ്ങളെ കണ്ടുപിടിച്ച് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തൽക്കാലം അവർ അവിടെ നിന്നൊന്ന് മാറാൻ തീരുമാനിച്ചു. ആന്ധ്ര സ്റ്റേഷനിൽ ഇപ്പോൾ ഉള്ള ഫിംഗർ പ്രിന്റ്സ് എല്ലാം വെച്ചിട്ട് ലക്ഷ്മിയുടെ കൂടെ വന്നയാള് തങ്ങൾ കൊണ്ടുവന്ന ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ആ സമയം താൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്മിയെ വിളിച്ച് അതിയമാൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ ഇപ്പോൾ ജയിലിലെ വാർഡിനെ കണ്ടിട്ട് സൂര്യയുടെയും രവിയുടെ ഡീറ്റെയിൽസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് സൂര്യയുടെയും രവിയുടെ ഫോട്ടോ കണ്ടതും അതിയമാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. തങ്ങൾ അന്ന് രാത്രി ചിലവഴിച്ചത് ഇതേ കൊലയാളികളുടെ വീട്ടിൽ തന്നെയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഈ രഹസ്യം അവിടെ കണ്ടെത്തിയ സമയത്ത് തന്നെ ഇവിടെ ലക്ഷ്മിയുടെ ഫിംഗർ പ്രിന്റ് നോക്കിക്കൊണ്ടിരുന്ന ആള് പറയുന്നുണ്ട് ഫിംഗർ പ്രിന്റ് മാച്ചായി എന്ന്. ഇപ്പോൾ ഇവിടെ ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ട് പോയ ആ കോഴിക്കേസിൽ അകപ്പെട്ട 2 പേരാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊലയാളിയെന്ന്. ആ സമയം തന്നെ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് അതിയമാനം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും ഒരേ ആൾക്കാരെ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ പോലീസുകാര് അവരുടെ വീട്ടിലേക്ക് എത്തിയെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ തലമാര തുറന്നു നോക്കിയതും അതിൽ ഒരേ ഒരു താലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൂടെ ആ ക്വസ്റ്റ്യൻ മാർക്കും. അവിടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ എങ്ങനെ ഇവരെ തങ്ങളുടെ വലയിലാക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷ്മി അതിയമാനും. അതേസമയം ഇവരാണ് കൊലയാളി എന്നുള്ള ഡീറ്റെയിൽസ് പോലീസുകാരുടെ എല്ലാവരുടെയും കയ്യിലെത്തി. സൂര്യൻ രവിയുമാണ് ഈ കൊലകൾ നടത്തുന്നതെന്ന് ഇവരെ 1995 കള്ളക്കേസിൽ കുടുക്കിയ ആ പോലീസുകാരന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അയാളെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരനും ചേർന്നിട്ട് എങ്ങനെയെങ്കിലും തമിഴ്നാട് പോലീസ് ഇവരെ കണ്ടെത്തുന്നതിന് മുൻപ് ആന്ധ്ര പോലീസ് ഇവരെ കണ്ടെത്തുകയും അവരെന്തെങ്കിലും സത്യങ്ങൾ പുറത്ത് പറയുന്നതിന് മുമ്പ് അവരെ കൊന്നുകളയുകയും വേണമെന്നായിരുന്നു ഇവരുടെ തീരുമാനം. കാരണം തമിഴ്നാട് പോലീസ് ഇവരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ സൂര്യയുടെ ഫാമിലിയോട് ആ പോലീസുകാർ ചെയ്ത ക്രൂരതകളെല്ലാം പുറത്തുവരും. സൂര്യയും രവിയും കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അവർ മീഡിയയോട് പറയുന്നുണ്ട് ഈ 72 കൊലകളും തമിഴ്നാട്ടിലെ കൊലകളും ഒക്കെ ചെയ്തത് ഒരു പെൺകുട്ടിയാണെന്ന്, അവളെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് അതിയമാനാകട്ടെ ലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇവരുടെ പ്ലാൻ പ്രകാരം ഇവരിങ്ങനെ പറയുന്ന കേട്ടിട്ട് രവിയും സൂര്യയും ഇവരെ കൊല്ലാൻ വരുമെന്നും
അങ്ങനെ അവരെ കൈയോടെ പിടിക്കാമെന്നുമാണ്. ഇവരെ തേടി രവിയും സൂര്യയും വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവന്റെ സഹോദരിയെ സേഫാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവൻ എന്തായാലും അവളെ തേടി വരുമെന്ന് തനിക്കറിയാം. രവിയും സൂര്യയും ഇന്ന് ലൈഫിൽ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണം ആ നിൽക്കുന്ന പോലീസുകാരനാണ്. പക്ഷെ അതിന്റെ പേരിൽ രവിയും സൂര്യയും ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആന്ധ്ര പോലീസ് തങ്ങളെ കൊല്ലാൻ വരുന്ന ആ കൊലയാളികളെ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ തമിഴ്നാട് പോലീസ് നേരെ പോകുന്നത് സൂര്യയുടെ സഹോദരിയുള്ള ഹോസ്പിറ്റലിലേക്കാണ്. ഉറപ്പായിട്ടും അവളെ രക്ഷിക്കാൻ സൂര്യ എവിടേക്ക് വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. രണ്ട് പോലീസുകാരും ഊഹിച്ചത് ശരിയായി. സൂര്യൻ രവിയും തങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം സൂര്യ ഹോസ്പിറ്റലിലെത്തി തങ്ങളുടെ പെങ്ങളെ രക്ഷിക്കാനും രവിയ പോലീസ് ക്വാർട്ടേഴ്സിൽ കയറി എല്ലാ പ്രശ്നത്തിനും കാരണക്കാരനായ പോലീസുകാരനെ കൊല്ലാനുമാണ് പോയത്. ഹോസ്പിറ്റലിൽ തമിഴ്നാട് പോലീസും പോലീസുകാരന്റെ അടുത്ത് ആന്ധ്ര പോലീസും ഉണ്ടായിരുന്നു. ആന്ധ്ര പോലീസ് രവിയും തമിഴ്നാട് പോലീസ് സൂര്യയും കൈയോടെ പിടിച്ചു. പക്ഷേ സൂര്യ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ കിട്ടിയത് തങ്ങൾക്ക് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ആന്ധ്ര പോലീസ് അവരുടെ പിറകെ പോയെങ്കിലും പെട്ടെന്ന് തന്നെ തമിഴ്നാട് പോലീസ് ബോർഡർ കടന്ന് തങ്ങളുടെ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അവർ സൂര്യയോട് അവന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നു. അദ്ദേഹം നല്ലൊരു പോലീസുകാരനായതുകൊണ്ട് സൂര്യ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അവിടെ ഇരുന്ന ടേപ്പ് റെക്കോർഡറിൽ താൻ പറയുന്ന കാര്യങ്ങൾ അവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ തന്നെ രവിയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതും അവിടേക്ക് തങ്ങളെ തേടി വന്ന തന്റെ ഭാര്യയും പെങ്ങളെയും അവർ ക്രൂരമായി റേപ്പ് ചെയ്തുവെല്ലാം അവൻ തുറന്നു പറഞ്ഞു. തങ്ങളുടെ കുടുംബത്തിൽ ആർക്കും സ്വർണ്ണമാലയൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ ഭാര്യ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അവൾക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ താലി വാങ്ങിക്കൊടുത്തത്. അതാണ് അയാൾ പൊട്ടിച്ചെടുത്ത് തന്റെ മുന്നിലിട്ടതും. ആ പക ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അനുഭവിച്ച ക്രൂരത കാരണം തന്റെ ഭാര്യയും ഭാര്യയുടെ അച്ഛനും ആത്മഹത്യ ചെയ്തു. നിരപരാധികളാണെന്ന് പറഞ്ഞ് കോടതി വിട്ടയച്ച ശേഷം ഉള്ളിൽ കിടന്ന പക മുഴുവൻ തീർക്കാനായിരുന്നു അവർ ആദ്യം തങ്ങൾക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ എല്ലാവരെയും കൊന്നത്. ഇങ്ങനെ കൊലകൾ നടത്തുമ്പോഴും പോലീസുകാർക്ക് ഇവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ. അതിനിടയ്ക്ക് ഇവർ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തും. ആടിനെ കോഴിയൊക്കെ മോഷ്ടിക്കും. അതിന്റെ പേരിൽ പോലീസുകാര് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ആ സമയം ഇവർ സ്റ്റേഷനിൽ കിടന്നുകൊണ്ട് പോലീസുകാർ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വലിയ കൊല നടത്തുന്ന ഞങ്ങളെ കണ്ടെത്താൻ പറ്റാതെ പോലീസുകാർ ടെൻഷൻ അടിച്ചിരിക്കുന്നതെല്ലാം കണ്ട് ഇവർ സന്തോഷിക്കുകയായിരുന്നു. കൊല ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നതിന്റെ പിന്നിലും ഒരു കാരണം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തങ്ങളെ ഇവർ കള്ളക്കേസിൽ പെടുത്തിയത്? എന്തിനാണ് തങ്ങളുടെ ഫാമിലിയോട് ഇങ്ങനെ ചെയ്തത്? പക്ഷെ എല്ലാം കേട്ടുകഴിഞ്ഞ അധിയമാൻ സൂര്യോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കുടുംബത്തിനോട് നടന്നത് ഒട്ടും ശരിയല്ലെന്നറിയാം. പക്ഷെ അതിന്റെ പേരിൽ നിരപരാധികളായ ഒരുപാട് പേരെ നിങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ട്. കള്ളസാക്ഷി പറഞ്ഞവരെ കൊന്നൊടിക്കുന്നതിന് പിന്നിൽ ഒരു പകയുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ പോലീസുകാർക്ക് തങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ വിഷമം അവരുടെ മുഖത്ത് കാണാൻ വേണ്ടിയിട്ട് ഓരോ വീടുകളിൽ കയറി കൊല നടത്തുന്നത് ശരിയല്ലെന്ന് അധിയമാൻ പറയുന്നു. ആ ചെയ്ത കൊലകൾക്കെല്ലാം തന്നെ നിങ്ങൾ എന്തായാലും ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അധിയമാൻ പറയുന്നത്. ആ ശിക്ഷ തമിഴ്നാട്ടിൽ അനുഭവിക്കേണ്ടി വരുമോ ആന്ധ്രയിൽ അനുഭവിക്കേണ്ടി വരുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അധിയമാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആന്ധ്ര പോലീസ് പല മിനിസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് തമിഴ്നാട് പോലീസിന്റെ മേൽ പ്രഷർ ചുമത്തുകയും അവസാനം തമിഴ്നാട് പോലീസിന് സൂര്യ ആന്ധ്ര പോലീസിന് ഏൽപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു. ആന്ധ്ര പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെയും എൻകൗണ്ടറിൽ കൊന്നുകളയുമെന്ന് അധിയമാൻ ഉറപ്പായിരുന്നു. പക്ഷെ അയാൾ നിസ്സഹായനായിരുന്നു. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു വാക്ക് മാത്രം സൂര്യക്ക് അധിയമാൻ കൊടുക്കുന്നുണ്ട്, അവന്റെ സഹോദരിയുടെ സംരക്ഷണം. അത് അയാൾ ഏറ്റെടുക്കാമെന്ന് പറയുന്നു. ആ ഒരു സമാധാനത്തിലായിരുന്നു സൂര്യ മരിക്കാൻ വേണ്ടി തയ്യാറെടുത്തതും. ആന്ധ്ര പോലീസ് അവർ രണ്ടുപേരെയും ഒരിടത്ത് കൊണ്ടുപോയി തലയിൽ വെടിവെച്ച് കൊല്ലുന്നു. ഇവരെ കൊന്ന ശേഷം ചിരിച്ചുകൊണ്ട് എല്ലാത്തിനും കാരണക്കാരനായ പോലീസുകാരൻ അധിയമാനോട് പറയുന്നുണ്ട്, അന്നവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇന്ന് നിനക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അധിയമാൻ അയാളോട് പറയുന്നുണ്ട്, ഇന്നലെ ഇന്നും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം, പക്ഷെ നാളെ എന്നൊരു ദിവസമുണ്ട്. അയാൾ സൂര്യയുടെ കുടുംബത്തോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം അയാൾ മറുപടി പറയേണ്ടി വരുമെന്ന് തന്നെയായിരുന്നു അധിയമാൻ ഉദ്ദേശിച്ചത്. ഈ കേസ് അവിടെ ക്ലോസ് ചെയ്തെങ്കിലും അധിയമാൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, സൂര്യയുടെ കുടുംബത്തിന് എന്തായാലും നീതി കിട്ടണമെന്ന്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു തെളിവുകളും ഇല്ലല്ലോ എന്ന് ലക്ഷ്മി പറയുമ്പോൾ അധിയമാൻ പറയുന്നുണ്ട്, സൂര്യ മരിക്കുന്നതിന് മുമ്പ് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെല്ലാം അവൻ അവിടെ ഇരുന്ന ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അധിയമാന്റെ കയ്യിലുണ്ട്. അയാൾ അന്ന് സ്റ്റേഷനിൽ നിന്ന് ആരും കാണാതെ അത് എടുത്തിട്ടുണ്ടായിരുന്നു. സൂര്യയുടെ മരണമൊഴി വെച്ചിട്ട് ഉറപ്പായിട്ടും ആ പോലീസുകാരനെതിരെ കേസ് കൊടുക്കാനായിരുന്നു അധിയമാന്റെ തീരുമാനം. സൂര്യൻ രവിയും മരിച്ചെങ്കിലും അവർക്ക് കിട്ടേണ്ട നീതി കിട്ടണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ഈ സീരീസ് അവസാനിക്കുന്നതും. ഈ സീരീസിന്റെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.